ഇമ്മ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുന്നുണ്ട്. ഇങ്ങട്ടോ? ആ ഇങ്ങട്ടന്നെ. ഓള് വന്നിട്ട് പോകുന്നത് വരെ നിങ്ങൾ പൊട്ടത്തരൊന്നും പറയരുതേ. മാനേഴ്സ് കീപ് ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ തന്നെ ഇക്ക് മാനേഴ്സ് ഇല്ലാന്ന് എന്നോട് ആരാ പറഞ്ഞത്? ദേഷ്യപ്പെടല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓള് നമ്മളെ ഗസ്റ്റ് അല്ലേ. ഓള് വരുമ്പത്തിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി വെക്ക്. നീ ഞാനിപ്പോ അതും ഉണ്ടാക്കണോ? വല്ല ഉപ്പുമാവും കൊടുത്താ പോരെ? അത് പറ്റൂല. ഓള് പിന്നെ സ്കൂളിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ പോയി റെഡി ആവട്ടെ, നിങ്ങൾ വേഗം ഉണ്ടാക്കി വെക്ക്. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? നല്ല ബോറായിട്ടുണ്ട്. പാടത്ത് കൊണ്ടുപോയി വെക്കാം. എടാ അങ്ങോട്ട് നോക്ക്, അനക്ക് ഇന്റെ ഡ്രസ്സിനല്ല കുറ്റം. കല്യാണത്തിനാ പോടെ? സൂസല്ലേ വരുന്നത്, അപ്പൊട്ടും ഗമ ഓർക്കണ്ടാന്ന് കരുതിട്ടാ. ആ ഓള് വന്നു, വേഗം വാ. ഹായ് ഫ്രണ്ട്സ്. ഹായ് സൂസു. എന്താ എല്ലാരും ഈ വേഷത്തില്? നിങ്ങളെന്താ കഥകളിക്ക് പോവാണോ? നമ്മൾ ഇത്തിരി ഒരുങ്ങി നിന്നത് ഓൾക്ക് പിടിച്ചിട്ടില്ല. അതെന്നെ. അല്ല സൂസോ, അനക്ക് ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴേ ഈ വെൽപ്പല്ലാത്ത ഡ്രസ് ഒന്ന് മാറ്റിക്കൂടെ? ഹായ് മമ്മി, യു ആർ ലുക്കിംഗ് സോ യങ്. അല്ലാതെ ഇവരെ പോലെയല്ല. അതല്ലെങ്കിലും എല്ലാരും പറയലുണ്ട്. എടി കേട്ടോ, ഞാൻ യങ്ങാണെന്ന്. നിങ്ങളല്ലേ പറയല് ഇക്കൊരു മാനേഴ്സ് ഇല്ല, കാണാൻ കൊള്ളൂലെന്നൊക്കെ. ആ മോളെ, ഇത് വരുമ്പത്തിന് ഞാൻ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു മമ്മി. ഇവൾ ഇന്നെത്രയും പുകഴ്ത്തിയതല്ലേ, അതുകൊണ്ട് ഇവൾക്ക് ബിരിയാണി മാത്രം കൊടുത്താൽ പോരാ, ഒരു ഷേക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണം. എന്താ മമ്മി, വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല, മോളൊക്കെ നല്ലോണം ഇഷ്ടായി എന്ന് പറഞ്ഞതാ. താങ്ക് യു മമ്മി. എന്നാ വായോ, ഫുഡ് കഴിക്കാം. പിന്നെ എടി സൂറ, മജീദ്, കുൽസു, നിങ്ങളെ ഈ കഥകളിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ടേ നിങ്ങളും ഫുഡ് കഴിക്കാൻ വായോ. അപ്പൊ മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫുഡൊക്കെ? അടിപൊളിയായിരുന്നു ആന്റി. എന്നാ ശരി, ഞാൻ പോവാണ് ആന്റി. മോളെ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ല. മോള് ഇനിയും ഇടക്കിടക്ക് വരണട്ടോ. ഓക്കെ ആന്റി. ബൈ സൂറ, കുൽസു, മജീദേ. ഓന്തും കൂടി ഇങ്ങളെ പോലെ നിറം മാറൂല. ഓളെ കണ്ടപ്പോ ഇങ്ങക്ക് ഞങ്ങളെ വേണ്ട. ഓള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഞാൻ എങ്ങാണെന്ന്. ശരിക്കും ഓൾക്കൊരു ബിരിയാണി മാത്രം കൊടുത്താൽ പോരായിരുന്നു, ഒരു ഷേക്കും കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അതിന് ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങൾക്കല്ലേ ഉള്ളൂ ഇന്ന കുറ്റം, അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്നാണല്ലോ എല്ലാരും പറയല്.